സമ്മർദ്ദ തന്ത്രങ്ങൾ പാളിയതോടെ UDF-മായി ഉടക്കിപ്പിരിഞ്ഞ് PV അൻവർ. VD സതീശൻ നയിക്കുന്ന മുന്നണിയിലേക്ക് ഇനിയില്ല എന്ന് തുറന്നടിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നും PV അൻവർ പ്രഖ്യാപിച്ചു. മത്സരിക്കാനുള്ള പണമില്ലാത്തതാണ് മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണമെന്നാണ് വിശദീകരണം. ഞാനിനിയില്ല, UDF-ലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് ഞാനില്ല. പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. PV അൻവറിന്റെ രാഷ്ട്രീയ നിലപാടിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. ഒടുവിലിതാ ആ പ്രഖ്യാപനം അൻവർ നടത്തിയിരിക്കുന്നു. നയം വ്യക്തമാക്കിക്കൊണ്ട് UDF-നൊപ്പമില്ല, നിലമ്പൂരിൽ മത്സരിക്കാനുമില്ല എന്ന് അൻവർ പറഞ്ഞു വെക്കുകയാണ്. അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക എന്ന് അറിയാം നമ്മളെ പണ്ടത്തെ ആളുകൾ. അവിടുന്ന് വിട്ടില്ലേ? എങ്ങോട്ടേക്കായി പോണത്? PV അൻവർ ഇല്ലാതെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ട് എവിടെയാ? ആരാ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞു? അദ്ദേഹം കുറച്ച് വോട്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ എൻ ബ്ലോക്കായിട്ട്. എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ശേഷിയില്ല. ഞാൻ വികലാംഗനാണ്, നിസ്സഹായനാണ്. രാഷ്ട്രീയ നിസ്സഹായാവസ്ഥ വ്യക്തമാക്കിക്കൊണ്ടാണ് മത്സരിക്കാനില്ല എന്ന് അൻവർ പറയുന്നത്. പക്ഷേ ആ ഘട്ടത്തിലും UDF-നോട് സന്ധിയില്ല. പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനങ്ങൾ ആവർത്തിക്കുകയാണ്. വിശ്വാസവഞ്ചനയാണ് പ്രതിപക്ഷ നേതാവ് കാണിച്ചതെന്നാണ് അൻവർ പറഞ്ഞു വെച്ചത്. VD സതീശൻ മാത്രമല്ല, ആ VD സതീശന് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. PV അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കയറ്റി കൊടുക്കാമെന്നും അതോടുകൂടി PV അൻവറിന്റെ രാഷ്ട്രീയം ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൃത്യമായ വിവരം കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയും. പിണറായിസം എന്ന് പറഞ്ഞ് പോരാട്ടം നടത്തുന്ന അൻവർ ഇപ്പോൾ സതീശനിസം എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയപരമായി നമുക്ക് കാണാവുന്ന വിലയിരുത്തൽ. എന്തായാലും രാഷ്ട്രീയ ആകാംക്ഷ അവിടെ PV അൻവർ ബാക്കിയാക്കുകയാണ്. 2 ദിവസം പത്രിക നൽകാനായി ശേഷിക്കുന്നുണ്ട്. അതിനിടെ ഒരു തീരുമാനത്തിലെ മാറ്റം അൻവറിനുണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കാരണം അൻവറിൻ്റെ രാഷ്ട്രീയപരമായ ശൈലി അങ്ങനെയാണ്. അതിനാൽ എന്തും തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞിരിക്കുന്നു. ഇനി PV അൻവറിനെ സംബന്ധിച്ച് കൂടി ഒരു രാഷ്ട്രീയ സസ്പെൻസ് അത് നാമനിർദ്ദേശ പത്രിക നൽകുന്ന ആ സമയം വരെയും അവശേഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി.